നമസ്കാരം. ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ചുരുക്കിയുള്ള വിവരണമാണ് വർഷഫലം 2026 തിരുവോണം നക്ഷത്രം. 2026 തിരുവോണം നക്ഷത്രക്കാരുടെ പൊതുവായ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം 70% വരെയാണ് ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളത്. നിങ്ങളുടെ രാശി മകരമായതിനാൽ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനവും ചെലുത്തും. ഈ വർഷത്തെ പ്രധാന ഗ്രഹചലനങ്ങളും അവ തിരുവോണത്തെ എങ്ങനെ ബാധിക്കുന്നു നോക്കുമ്പോൾ, ശനി മകരൻ രാശിക്ക് അവിട്ടം വരെയാണ് തിരുവോണം നക്ഷത്രം. ശനി സ്വന്തം ക്ഷേത്രമായ കുംഭൻ രാശിയിൽ തന്നെ തുടരുന്നു. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ജന്മശനിയുടെ അവസാന ഭാഗമായി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അടുത്ത രാശിയായ കുംഭത്തിലേക്ക് കടക്കും. എങ്കിലും ഈ വർഷം ശനി സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി തുടരുന്നതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ശുഭഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. തടസ്സങ്ങളെ മറികടക്കാൻ ഇത് ആത്മവിശ്വാസവും നൽകും. വ്യാഴം 4ാം ഭാവത്തിലായിരിക്കും. ചിലപ്പോൾ മനക്ലേശങ്ങൾക്കും കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച പുരോഗതി ഇല്ലാതാക്കാനും കാരണമാകും. ജൂണിന് ശേഷം വ്യാഴം 5ാം ഭാവത്തിൽ മാറുന്നു. ഈ മാറ്റം വളരെ ശുഭകരമാണ്. ഭാഗ്യപുഷ്ടി, കാര്യവിജയം, ധനലാഭം, സന്താനങ്ങൾക്ക് ശ്രേയസ് എന്നിവ നൽകാനാണ് ഇടയുള്ളത്. രാഹു 2ാം ഭാവത്തിലും കേതു 8ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. ഇത് ചിലപ്പോൾ രോഗക്ലേശങ്ങൾ, കാര്യതടസ്സം, ധനനഷ്ടം എന്നിവ ഉണ്ടാക്കാനാണ് സാധ്യത. ശുഭഫലങ്ങളും നേട്ടങ്ങളും നോക്കുമ്പോൾ വർഷത്തിന്റെ ശുഭകരമായ ഫലങ്ങൾ തൊഴിൽ മേഖലയിൽ ഉദ്യോഗസ്ഥർക്ക് പദവി കയറ്റം, വേതന വർധനവ് എന്നിവയ്ക്ക് സാധ്യത. സർക്കാർ സേവന രംഗങ്ങൾക്കുള്ളവർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത പറയുന്നു. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വളർച്ച നേടാം. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കടബാധ്യതകൾ ജൂൺ മാസത്തിന് ശേഷം പരിഹരിക്കാനാവുന്നതായിരിക്കും. വാടക ഇനത്തിലും മറ്റും ആദായം വരാനുള്ള സാധ്യതയും ഇവിടെ പറയുന്നു. സാമ്പത്തിക നില മെച്ചപ്പെടും. കുടുംബവും വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിവാഹിതർക്ക് ദാമ്പത്യ ബന്ധത്തിൽ പ്രവേശിക്കാനാകും. കുടുംബസൗഖ്യവും സന്തോഷവും ഒക്കെ പ്രതീക്ഷിക്കാം. വിദേശയാത്രകൾ, കുടുംബ സംഗമം, മക്കൾക്ക് ശ്രേയസ് എന്നിവയുണ്ടാകും. വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ പഠനത്തിലെ ഏകാഗ്രതയും മികച്ച വിജയവും സാധിക്കാനാകും. ഉന്നത വിദ്യാഭ്യാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കാനാകും. അർഹതയ്ക്കൊത്ത ജോലി ലഭിക്കാനും സാഹചര്യം ഉദയം ചെയ്യുന്നതായിരിക്കും. മറ്റു നേട്ടങ്ങൾ നോക്കുമ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടും. കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണം ക്ലേശിച്ചിട്ടാണെങ്കിലും പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ദോഷഫലങ്ങളും വെല്ലുവിളികളും നോക്കുമ്പോൾ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ, അതായത് ജൂൺ വരെ ചില വെല്ലുവിളികൾക്ക് സാധ്യതയുണ്ട്. അത് ആരോഗ്യപരമായി നോക്കുമ്പോൾ ആരോഗ്യത്തിൽ ചില ഉത്കണ്ഠകളും ചിലപ്പോൾ രോഗക്ലേശങ്ങളൊക്കെയാണ് പറയുന്നത്. ആരോഗ്യപരമായ പരിശോധനകൾ മുടക്കരുത്. മെയ് മുതൽ ജൂലൈ വരെ വളരെ സമ്മർദ്ദ സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് സാധ്യത പറയുന്നത്. തൊഴിൽപരമായി വർഷം ആദ്യം നിലവിലെ ജോലിയിൽ അല്പം മാന്ദ്യമൊക്കെ ഉണ്ടാവാം. പാർശ്വവൽക്കരിക്കപ്പെടാനും തൊഴിലിടത്തിൽ ശ്രമങ്ങൾ ഉണ്ടാകും. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ആലോചനാപൂർവ്വം മാത്രം ചെയ്യുക. സാമ്പത്തികമായി കരുതൽ ധനം ചെലവിന് വേണ്ടി വന്നേക്കാം. വർഷത്തിന്റെ മധ്യത്തിൽ ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. വലിയ മുതൽ മുടക്കുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. പ്രണയബന്ധങ്ങൾ ചെറിയ തടസ്സങ്ങളും ഉണ്ടാകും. ദാമ്പത്യത്തിൽ പിണക്കവും ഇണക്കവും ആവർത്തിക്കുന്നതാണ്. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങളും, ഗ്രഹപ്പിഴകൾ കുറയ്ക്കുന്നതിനായി ഈ പരിഹാരങ്ങൾ ഉചിതമായിരിക്കും. ശനിദേവന് വഴിപാടുകൾ നടത്തുക, നീരാഞ്ജനം, ശനിശാന്തി പൂജ എന്നിവ. ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുകയും ശനിക്ഷേത്രങ്ങൾ ദർശിക്കുകയും പൂജകൾ അർപ്പിക്കുകയും ചെയ്യുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. 5ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. തുളസിയിൽ ഉപയോഗിച്ചുള്ള വഴിപാടുകൾ നടത്തുക. രാഹു കേതുക്കളുടെ, അതായത് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ രാഹുവിനും കേതുവിനും വഴിപാടുകൾ ചെയ്യുക. ഗണപതി ഭഗവാനെ നിത്യവും ഭജിക്കുന്നത് കാര്യ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പൊതുവെ ലഘുവ്യായാമങ്ങൾ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ജ്ഞാനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് തൊഴിൽപരമായ നേട്ടങ്ങൾക്കും സഹായം ചെയ്യും. ഇതൊരു പൊതുവായ വർഷഫലമാണ്. നിങ്ങളുടെ യഥാർത്ഥ ജാതകത്തിന്റെ ദശാപകരങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമൊക്കെ വരാം.